രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ എല്ലാവരും മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വളരെ ഗൗരവമായ വകുപ്പിട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീസണാണ്. അവരിതിൻ്റെ അതും ഇതും അങ്ങനെയുള്ളതും അതും മറ്റേതും മറിച്ചതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിനിടയിൽ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇതിനകത്ത് പ്രധാനമായും വരുന്നത് ഈ പോലീസിട്ട FIR കോടതി പരിശോധിക്കുക, കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുമോ ഇല്ലയോ, ഈ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ എത്രത്തോളം നിലനിൽക്കും, എവിഡൻസുകൾ എത്രത്തോളം സ്ട്രോങ് ആണ്, ഇതിൽ പീഡനം നിലനിൽക്കുമോ തുടങ്ങിയ ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് മുൻ ന്യായാധിപൻ കൂടിയായ കമാൽ പാഷ സാറുമായി രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, വാക്കുകൾ കേൾക്കാം. ഈ സന്ദർഭത്തിൽ അത് വളരെ പ്രസക്തമാണെന്ന് വിചാരിക്കുന്നു. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ സാറിനെ വിളിച്ചത് ഇപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് വളരെ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് FIR ഇട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. സാർ ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ഒരു പരിണിതിയെ സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അത് ഇപ്പൊ യഥാർത്ഥത്തിൽ അത് നമുക്ക് ഇതിന്റെ ഇപ്പൊ നമുക്ക് അവസാനം ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ ഒക്കത്തില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്, എവിഡൻസിനെ ആശ്രയിച്ചിരിക്കും. ഈ പറയുന്ന വനിത എന്ത് എവിഡൻസ് അതിന് കൊടുത്തേക്കുന്നുള്ളത് കുറിച്ച് നമുക്ക് അറിഞ്ഞുകൊടുപ്പോ. ഏതോ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ ആയിരാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം ഇയാളുമായിട്ടുള്ള സംഭാഷണത്തിന്റെ റെക്കോർഡ് ചെയ്ത വിവരങ്ങള് അത് കൊടുത്തുള്ളതായിട്ട് പറയുന്നു. അതേപോലെ തന്നെ മെസ്സേജുകള്, വാട്സാപ്പ് ചാറ്റുകള്, ഇതിന്റെയൊക്കെ റെക്കോർഡ് കൊടുത്തേക്കെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് അത് ഉദ്ദേശിക്കാനുള്ള എന്താ പറയുക, ഇയാളെ പെടുത്താനുള്ള ഒരു ഉദ്ദേശം നേരത്തെ ഉണ്ടെന്നുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്യും. ഇത് ഒരാള് ഉള്ള മൊഴി, അതായത് രണ്ട് ലവേഴ്സ് ആന്നിരിക്കട്ടെ, രണ്ട് കമിതാക്കള്, അവര് തമ്മിലുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്ത് ഈ സ്ത്രീ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഇവൻ എപ്പോഴെങ്കിലും ഊരി പോകാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ പെടുത്തണം. ആ ഊഹം. അതേപോലെ തന്നെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ അതൊരു ദുരുദ്ദേശം അതിന്റെ പുറയിൽ ഇങ്ങനെയുള്ളതുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് പറയപ്പെടുന്നത് ഈ സ്ത്രീ വിവാഹിതയാണെന്നാണ്. നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നതായിട്ട് പറയുന്നു. ഇപ്പോഴും വിവാഹിതയാണെന്നാണ് വാർത്ത. അത് ശരി. അപ്പോഴ് കാരണം അത് ഞാൻ എവിടെ ആരാ ഭർത്താവ് എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാനത് പറയാതെ. അത് ഈ അങ്ങനെ വരുമ്പോ ഇങ്ങനെയുള്ള കേസുകളിലെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ബേല ത്രിവേദി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ വിധി സുപ്രീം കോടതിയുടെ ഈ അടുത്ത സമയത്ത് വന്നിട്ടുണ്ട്. കുറെ ഒരു 3-4 ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അതിനകത്ത് അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഇപ്പൊ ബലാത്സംഗം, അതാണല്ലോ ഇത് ജീവപര്യന്തം പറയുന്നത് ബലാത്സംഗത്തിന്റെ കാര്യമാണ്. മറ്റേ മിസ്കാരേജ് എന്ന് പറയുന്നത്, അതായത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയാൽ BNS സെക്ഷൻ 89 വരുന്നത്. അതിന് 10 വർഷം 10 years ആണ് ഇംപ്രിസൺമെന്റ്. അപ്പോ ബലാത്സംഗത്തിനാണെന്നുണ്ടെങ്കിൽ ഇത് ജീവപര്യന്തം വരെ കൊടുക്കാൻ പറ്റും. ഈ ബലാത്സംഗ വിധി പറയാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണെങ്കിൽ ഞാൻ ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് നമ്മൾ നോക്കണം. അത് അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നേരത്തെ അടുപ്പം ഉണ്ടായിരുന്നു പറഞ്ഞാൽ മ്യൂച്വൽ കൺസെന്റ്, അതായത് കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ്. രണ്ടുപേരും കൂടെ കൺസെന്റില് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്നു. ഒരു കുഴപ്പമില്ലാതെ ലൈംഗിക ഇടപാട് നടത്തി അങ്ങ് ലൈംഗിക വീഴ്ചയില് മുമ്പോട്ട് പോയി. ഒരു സമയം വരുന്ന ഉടനെ ഇവര് തമ്മിൽ തെറ്റും എന്നുള്ളത് ആകുമ്പോ അപ്പോഴും പെട്ടെന്നൊരു വിവാഹ കാർഡ് അങ്ങ് എടുത്തിടും. ഇതിനകത്ത് ഈ സ്ത്രീക്ക് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്തിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം അവര് വിവാഹിതയാണ്. വിവാഹമോചനം നടത്തിയിരുന്നെങ്കിൽ, നേരത്തെ വിവാഹമോചിതയായിരുന്നുവെങ്കിൽ പറയാം അവര് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ ഇയാള് സമീപിച്ചെന്ന് പറയാം. ഇയാളെ സമീപിച്ചല്ലേ ഇയാളുടെ ബന്ധത്തിന് വേണ്ടി അവർ ബന്ധം ഒഴിഞ്ഞു പറയാം. അതെ, അത് വേണമെങ്കിൽ അതൊക്കെ പറയാം. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ വരുന്ന ഉടനെ, അതായത് ഈ പാർട്ടീസ് ആർ ഹിന്ദുസ്, ഇവര് അത് ആ സ്ത്രീയുടെ ഇതെന്ന് എനിക്കറിയില്ല, അവരെ ഐഡന്റിറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, അവരെ കാസ്റ്റും അറിഞ്ഞുകൂടാ. അപ്പൊ വാട്ട് എവർ ഇറ്റ് ബി, എന്തൊക്കെ ആയപ്പോലും അത് ലേഡി ആയതുകൊണ്ട് അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ വിവാഹബന്ധം വേർപെടുത്താതെ അവർക്ക് ഇതുപോലെ വേറൊരാളുമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. നോ. അതുകൊണ്ടാണ് സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റ്സ് അനുസരിച്ച് ഇപ്പോ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ സർവ്വസാധ്യതയുള്ള ഒരു കേസായത്.
ഓക്കെ. ഇതിൽ പിന്നെ സാർ ഈ ഗർഭചിത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ എവിഡൻസ് അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒരു പ്രോസസ്സിൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്? അത് മെഡിക്കൽ എവിഡൻസ് നിർബന്ധമാണ്. മെഡിക്കൽ എവിഡൻസ് മാത്രമല്ല, മെഡിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞപ്പോ ഗർഭഛിദ്രം നടത്തി, ആ ഫീറ്റസ് അവൈലബിൾ ആണെന്നിരിക്കട്ടെ, അപ്പൊ ഇയാളെ DNA നോക്കുമ്പോ ഇത് ഇയാളതുമാണെന്നിരിക്കട്ടെ, എന്നിട്ട് ഇയാൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. കാരണം അങ്ങനെ അപ്രൂവ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് ആ ഫീറ്റസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ആ സ്ത്രീയെ ഞാൻ കുറ്റം പറഞ്ഞല്ല. പക്ഷേ ഇതുപോലുള്ള ഇങ്ങനെയുള്ള ഒരു ഇയാളെ വളഞ്ഞിട്ട് പിടിക്കാനുള്ള ഒരു മാർഗം തന്നെ അതിനകത്ത് നോക്കിയേക്കുന്നതിന് സംശയമൊന്നുമില്ല. ഇതിന്റെ ഈ ഒരു സമയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ജോർജ് പൂന്തോട്ടം എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് പറയുന്നു ഇതിൽ കാലതാമസം എന്ന് പറയുന്ന ഒരു ഘടകത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഉണ്ട്. കാരണം ഇപ്പൊ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിൽ എങ്ങാണ്ടല്ലേ ഇത് ആദ്യം പുറത്തോട്ട് പറയുന്നേ. ജൂലൈ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? ഇത് അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പോലീസുകാർ ഇവരെ പുറകെ നടന്നെന്നാ പറയുന്നത് ഈ സ്ത്രീയുടെ ഒന്ന് മൊഴി കൊടുക്കാൻ, റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ. അതിന് ഷീ വാസ് നോട്ട് പ്രിപ്പയർഡ്. അവർക്ക് അന്ന് അതില്ല. ഇപ്പൊ പിന്നെ എങ്ങനെ പുറത്തോട്ട് വന്നു? ഇപ്പൊ എന്താ പ്രത്യേകത? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതൊക്കെ കോടതി പരിഗണിക്കുമോ അതിന്റെ ടൈമിംഗ് ഒക്കെ? പിന്നെ നിർബന്ധമല്ലേ, അതൊക്കെ നോക്കും. പിന്നെ ഈ വാട്സാപ്പിനകത്ത് ചിലപ്പോ ഇയാള് തെറ്റിദ്ധരിക്കും ഇയാളെയാന്ന് ഇതെന്ന്, മനസ്സിലായിട്ട് അങ്ങനെ ഇയാൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ആരുടെ വകയാണ് എന്ന് പോലും നമുക്ക്. രണ്ട് റിലേഷൻഷിപ്പ് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അവർ വിവാഹിതയായ സ്ത്രീ ആയതുകൊണ്ട് അവർ ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു പാരമർ വേറെ ഒരാളും ആണെന്നുണ്ടെങ്കിൽ ഇത് ആരുടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു തെളിവ് എന്തെങ്കിലും വേണ്ടേ? ഓക്കെ. ചിലപ്പോ ഈ സ്ത്രീ പറഞ്ഞെന്നിരിക്കുന്നതിന്റെ ഇനി ഇയാള് ഐ വാണ മേക്ക് യു പ്രഗ്നന്റ് എന്നൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇവര് ഗർഭിണിയായത് ഇയാളുടെ ഗർഭമാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല, എളുപ്പമല്ല. പിന്നെ ഗർഭഛിദ്രം നടത്താൻ അത് ഇയാൾ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഗർഭമായാലും ഒരു സ്ത്രീയെ ഗർഭം അലസിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. സെക്ഷൻ 89 BNS വരും. അപ്പൊ അതാണ് അങ്ങേയറ്റം ഉള്ളത്. അത് 10 വർഷം തടവിന്റെ കാര്യമാണുള്ളത്. അതിനകത്ത് ജീവപര്യന്തം ഒന്നും വരുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിനകത്ത് കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ഇയാൾക്കെതിരെ പറയാൻ പറ്റുള്ളൂ. അതായത് മെഡിക്കൽ എവിഡൻസ്. ഇത് ഏതാണ്ട് ഒരു ഗുളിക എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞു. അത് ഇയർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ ഉണ്ടാവും. അത് ആ മെൻസ്ട്രേഷൻ ഫോഴ്സ്ഡ് മെൻസ്ട്രേഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ കുറച്ച് ബ്ലീഡിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവാം. അത് പലർക്കും അതിന്റെ സ്റ്റേജ് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് പിന്നെ ഇപ്പൊ ഈ കരഞ്ഞു പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുന്ന വീഡിയോ അല്ല, ഓഡിയോ ഇപ്പൊ ഇത് കേൾപ്പിക്കുന്നതൊക്കെ ഞാൻ നല്ല റിപ്പോർട്ടറിലൊക്കെ ഞാൻ കേട്ടു. ആ ഓഡിയോ പക്ഷെ ഇത് ആരോട് കരഞ്ഞു പറഞ്ഞെന്നോ, അതായത് ഒരു മോണോലോഗ് എന്ന് പറയുന്നത്, അതായത് ടെലിഫോണിക് കോൺവെർസേഷൻ എന്ന് പറയുന്നത് എവിഡൻസിൽ അഡ്മിസിബിൾ ആണ്. പക്ഷെ ഒരു മോണോലോഗ് എന്ന് പറയുന്നത് എവിഡൻസിൽ അഡ്മിസിബിൾ അല്ല. ഇപ്പൊ ഈ സ്ത്രീ തന്നെ പറയുന്നത് കാര്യമില്ല. ഇവര് തന്നെ ഒരു ഫോൺ എടുത്തു വെച്ചിട്ട് കരഞ്ഞു വിളിച്ച് പറയുകയാണ് ഇതൊക്കെ. അത് യഥാർത്ഥത്തിൽ ഒരു ഡിസ്കഷൻ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് അഡ്മിസിബിൾ ആണ്. കോൺവെർസേഷൻ അല്ലെങ്കിൽ അത് അഡ്മിസിബിളും അല്ല. ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഈ ഡോക്യുമെന്റ്സ് അയാളുടെ പക്ഷത്ത് മറ്റെന്തെങ്കിലും, അതായത് അവരുടെ വില്ലിങ്നെസ് കൂടെ ഉണ്ടെങ്കിൽ അതും നിലനിൽക്കൂല. നിൽക്കത്തില്ല. ആ സ്ത്രീ പറഞ്ഞിട്ട് അതായത് എനിക്ക് മരുന്ന് എത്തിച്ചു തരണം അല്ലെങ്കിൽ അതിനുള്ള മാർഗം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവര് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ പിന്നെ അയാളെ അതിനകത്ത് കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. ഇത് പിന്നെ ഒരു കാര്യമുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ വൈകാരികമാവുമ്പോൾ പല മൊമെന്റിൽ പല തരത്തിൽ ചിലപ്പോൾ സംസാരിച്ചെന്നൊക്കെ വന്നേക്കാം. അതായത് അത് വരാമെന്ന് പറഞ്ഞാൽ അതാ അനിൽ ഞാൻ പറഞ്ഞ് ഇത്രയും നാൾ ഇവർക്ക് പരാതിയില്ല. അതായത് നേരത്തെ മുതൽ ഇങ്ങനെ പറയുന്നെന്നുള്ളതല്ലാതെ ഇങ്ങനെ ഈ ചാറ്റൊക്കെ അല്ല ഇത് പുറത്തോട്ട് വിട്ടെന്നുള്ളതല്ലാതെ ഇത് ഈ സ്ത്രീക്ക് ഒരു പരാതി അതുവരില്ല. അവർക്ക് പരാതിയില്ല. അത് മാത്രമല്ല അവര് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല, മൊഴിയും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പരാതിയായിട്ട് വെളിയിലോട്ട് വരുന്നത്. ആ കാലതാമസം എന്ന് പറയുന്നത് ഒരുപാട് അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, ബുദ്ധിമുട്ടുമാണ്.
ഈ മുൻകൂർ ജാമ്യത്തിന് എവിടെയാണ് സമീപിക്കുക സ്വാഭാവികമായി, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ? ഇപ്പൊ FIR ഇട്ടു എന്ന് പറയുന്നുണ്ട്. FIR പുറത്തു വന്നാൽ ഉടൻ തന്നെ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കാമോ? കോടതി മുൻകൂർ ജാമ്യത്തിന് സമീപിക്കാം. FIR ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എപ്പോഴും വേണമെങ്കിലും നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ, അയാളെ ഓർഗനൈസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാം. സെഷൻസ് ഒഫൻസ് ആണ്, അറസ്റ്റ് ചെയ്യാം. അപ്പൊ അറസ്റ്റ് അങ്ങനെയുള്ള കേസുകളിൽ നേരത്തെ മുൻകൂർ ജാമ്യത്തിന് ഇയാൾക്ക് ചോദിക്കാം. ഇതിനകത്ത് മുൻകൂർ ജാമ്യം കിട്ടാൻ എവറി ചാൻസ്. പിന്നെ സുപ്രീം കോടതിയുടെ പുതിയ വിധി അനുസരിച്ച് വരുമ്പോ ഈ കൺകറന്റ് ജൂറിസ്ഡിക്ഷനാണ്, അതായത് സെഷൻസ് കോടതിക്കും ഹൈക്കോടതിക്കും ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ കൺസിഡർ ചെയ്യുന്നതിന് കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ ഒരുപോലെ അധികാരമുണ്ട്. എന്നാലും എല്ലാ കേസുകളും കൊണ്ടങ്ങ് ഹൈക്കോടതി പോണ്ട, നേരെ അത് സെഷൻസ് കോടതി പോയിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പ്രത്യേക സാഹചര്യമൊന്നുമില്ല. അയാൾ പിന്നെ ഒരാൾക്ക് ഇരുന്നുകൊണ്ടും ഈ ആന്റിസിപ്പേറ്ററി ബെയിലിൽ മൂവ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഒരു സിനിമാ സംവിധായകൻ, ഒരു പ്രൊഡ്യൂസറും കൂടെ അയാളായിട്ടുള്ള ആള് ദുബായിൽ ഇരുന്നുകൊണ്ട് ഇവിടെ മൂവ് ചെയ്ത് ഒളിവിലിരുന്നുകൊണ്ട് അയാള് ഇവിടെ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇയാൾക്ക് എവിടെ ഇരുന്നാലും ഇയാൾ ഒളിച്ചു പോയത് അയാൾ ബുദ്ധിപരമായിട്ടാണ് ചെയ്തേക്കുന്ന ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഒളിച്ചു പോയെങ്കിൽ അയാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രൂപ മാറും. അതാണ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് റെഗുലർ ബെയിലിനെ മൂവ് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കാര്യമില്ലല്ലോ. പിന്നെ പിടിക്കപ്പെട്ട കുറച്ച് ദിവസമൊക്കെ എടുക്കും, അതിനകത്തൊക്കെ കിടക്കണം. ഓക്കെ. അപ്പൊ അയാൾ ഒളിച്ചോടി പേടിച്ചോടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് പുള്ളി ബുദ്ധിപരമായിട്ട് ചെയ്തതാവും. അയാള് പേടിയുണ്ട്, ജയിലിൽ കിടക്കാൻ വയ്യ, അത് വേറെ കാര്യം. പക്ഷേ അത് ബുദ്ധിപരമായ ഒരു നീക്കമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ താങ്ക് യു സാർ. ശരി.